നമുക്ക് നമ്മുടെയൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ അത് ലാലിൻ്റെ സിനിമയാണ് അല്ലേ? ഓഫ് കോഴ്സ് അതിനകത്ത് മമ്മൂട്ടിയും ഒരു പാതി തന്നെയുണ്ട്, അതിനകത്തൊരു സംശയവുമില്ല. പക്ഷേ എങ്കിലും ലാൽ നമ്മളെ രസിപ്പിച്ച അത്ര, ചിരിപ്പിച്ച അത്ര, കരയിപ്പിച്ച അത്ര നമ്മളുടെയൊക്കെ ജീവിതത്തിൽ മറ്റാരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. മറ്റൊരു ഫാൻ ബോയ് ആണ് നമ്മുടെ അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലിയാണ് രാവിലെ എയർപോർട്ടിൽ പോയി മോഹൻലാലിനെ കണ്ടത്. അലി, വെരി ഗുഡ് മോർണിംഗ് അലി. നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഇന്നലെ ചെന്നൈയിലായിരുന്നു, ബിഗ് ബോസിൻ്റെ ഷൂട്ടിലായിരുന്നു മോഹൻലാൽ. നമ്മളുമായിട്ട് രാത്രിയിൽ മോഹൻലാൽ സംസാരിച്ചിരുന്നു. രാവിലെ എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് മോഹൻലാലിൻ്റെ മുഖത്ത് ആ ഒരു സന്തോഷവും ആ ഒരു അഭിമാനവും ഒരു തിളക്കവും ഒക്കെ കാണാൻ സാധിച്ചു അല്ലേ? മോഹൻലാൽ അത് സിനിമയ്ക്ക് സമർപ്പിക്കുകയാണ്. എല്ലായ്പ്പോഴും മോഹൻലാൽ അങ്ങനെയാണ് ചെയ്യുക. ഇന്നിപ്പോൾ 10:30 മോഹൻലാൽ സഹപ്രവർത്തകരെ കാണുന്നുണ്ട്, അവരുമായിട്ട് സന്തോഷം പങ്കിടുന്നു. നമ്മളെയും ക്ഷണിച്ചിട്ടുണ്ട് 10:30 അല്ലേ? എങ്ങനെയായിരുന്നു മോഹൻലാലിൻ്റെ പ്രതികരണം നമ്മൾ നേരിട്ട് കാണുമ്പോൾ അലി അക്ബർ ഷാ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നമ്മൾ ഇന്നലെ തന്നെ ഈ പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷം മോഹൻലാലിന്റെ സന്തോഷം നമ്മളോട് അദ്ദേഹം പ്രകടിപ്പിച്ചതാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം ഇതാ കൊച്ചിയിലേക്ക് എത്തുമ്പോൾ, നമ്മളെ നേരിൽ കാണാൻ, മലയാളികളെ കാണാൻ, നന്ദി അറിയിക്കാൻ അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായ പ്രസരിപ്പ് അത് നമ്മൾ നേരിട്ട് കണ്ടു. ഞങ്ങളിവിടെ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തെക്കാൾ വല്ലാത്തൊരു സന്തോഷവും ചിരിയും റിപ്പോർട്ടർമാരുടെ മുഖത്തായിരുന്നു. അതിങ്ങനെ ഞങ്ങൾ ആ ലൈവൊക്കെ എടുത്ത് കണ്ട് ഞങ്ങളെല്ലാവരും ചർച്ച ചെയ്യുകയായിരുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അരുൺ പറഞ്ഞതുപോലെ മലയാളത്തിന്റെ മോഹൻലാൽ, അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഒരു സിനിമാ മേഖലയിൽ ഒരു കലാകാരന് ലഭിക്കാവുന്ന പരമോന്നത ബഹുമതി അദ്ദേഹത്തിന് ലഭിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലെ അത് മലയാള സിനിമയ്ക്ക് അദ്ദേഹം സമർപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഓരോ മലയാളിക്കും വല്ലാത്തൊരു അഭിമാനം ഉണ്ടാകുന്ന, സന്തോഷം ഉണ്ടാകുന്ന നിമിഷം കൂടിയാണ്. 48 വർഷക്കാലം എനിക്കൊപ്പം നടന്ന എല്ലാ മനുഷ്യരെയും സ്മരിക്കുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് മോഹൻലാൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. അതുപോലെ ഇത് മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു, ഇനിയും ഒരുപാട് നേട്ടങ്ങൾ മലയാള സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അരുൺ പറഞ്ഞതുപോലെ ജലം പോലെയാണ് മോഹൻലാൽ എന്ന് കലാകാരന്മാർ പറയാറുണ്ട്. കാരണം ഏത് പാത്രത്തിലൊഴിച്ചാലും ആ ഒരു ഷേപ്പിലേക്ക് മാറുന്ന വല്ലാത്തൊരു അതുല്യ പ്രതിഭ തന്നെയാണ് മോഹൻലാൽ. ഈ പറഞ്ഞതുപോലെ 100 വർഷം മലയാള സിനിമയ്ക്ക് പ്രായമുണ്ടെങ്കിൽ അതിൽ 50 വർഷവും തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് സധൈര്യം പറയാൻ കഴിയുന്ന ഒരു കലാകാരൻ. എല്ലാ മേഖലകളിലും, സിനിമയുടെ സർവ്വ മേഖലകളിലും തൻ്റെ കൈമുദ്ര പതിപ്പിച്ച, വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മനുഷ്യനാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. അരുൺ പറഞ്ഞതുപോലെ ഒരു 90s കിഡിനും അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ആളുകൾക്കൊക്കെ അവരുടെ ഇമോഷൻസിനെ വല്ലാതെ സ്വാധീനിച്ചൊരു കലാകാരനാണ്. എങ്ങനെ ചിരിക്കണം, ഒരു കാമുകൻ കാമുകിയോട് എങ്ങനെയായിരിക്കും പെരുമാറുക, ഒരു അമ്മയോട് മകൻ എങ്ങനെയായിരിക്കും കരയുക, ഒരു അച്ഛൻ്റെ മുന്നിൽ മകൻ്റെ നിസ്സഹായാവസ്ഥ എങ്ങനെ പ്രകടിപ്പിക്കും, ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന ഇമോഷൻസ് അത് മോഹൻലാൽ ഓരോ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഇമോഷൻസ് ആണ്. അത്രയും മലയാളി മനസ്സിൽ, മലയാളി ജീവിതത്തിൽ പതിഞ്ഞു പോയൊരു മനുഷ്യനാണ്. ഈ പറഞ്ഞതുപോലെ നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന ഈ കലാജീവിതത്തിനിടയിൽ അദ്ദേഹം തൊടാത്ത മേഖലകളില്ല. ഈ ഒരു സംവിധായകൻ എന്ന നിലയിൽ, നിർമ്മാതാവ് എന്ന നിലയിൽ, നടൻ എന്ന നിലയിൽ എല്ലാം തന്നെ അദ്ദേഹത്തിന് ഈ ബഹുമതി നേരത്തെ ലഭിക്കേണ്ടിയിരുന്നു എന്നാണ് ഓരോ പ്രതികരണങ്ങൾ ഇന്നലെ മുതൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളും സഹപ്രവർത്തകരും ഒക്കെ പറഞ്ഞു വെക്കുന്നത്. അതിന് അദ്ദേഹം നൽകുന്ന മറുപടി എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നതാണ്. അത്രയും നൈർമല്യമുള്ള നിമിഷങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് ഇവിടെ എയർപോർട്ടിൽ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോഴും കണ്ടത്. എന്തായാലും ഇന്ന് രാവിലെ 10:30 ക്രൗൺ പ്ലാസയിൽ വെച്ച് അദ്ദേഹം നമ്മളെ അഭിസംബോധന ചെയ്യും, മലയാളികളെ അഭിസംബോധന ചെയ്യും. 48 വർഷക്കാലം അദ്ദേഹത്തിനൊപ്പം നടന്ന, തന്നെ താനാക്കിയ മലയാളി പ്രേക്ഷകർക്ക് നന്ദി എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അവരെ കാണാനായി 10:30 എത്തും. ഞാൻ വരുന്നുണ്ട് നിങ്ങളെ കാണാനെന്നാണ് എയർപോർട്ടിൽ നിന്ന് മോഹൻലാൽ എന്തായാലും പറഞ്ഞു വെച്ച വാക്ക്. 10:30 നമുക്ക് കാത്തിരിക്കാം. മോഹൻലാലിനെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യരും കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ. നമുക്ക് 10:30 ആ ദൃശ്യങ്ങൾ, ആ വാക്കുകൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം, മലയാളികളിലേക്ക് എത്തിക്കാം. വരും. ഓക്കെ, മോഹൻലാലിനെ കുറിച്ച് താങ്ക് യു അലി. മോഹൻലാലിനെ കുറിച്ച് അടയാളപ്പെടുത്തുന്ന ഒരു വാചകമുണ്ട്. എനിക്ക് അഭിനയമല്ലാതെ മറ്റൊന്നും അറിയില്ല. മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞു, ഒരുപാട് വേഷങ്ങൾ കിട്ടിയാടി, സ്വപ്നത്തിൽ പോലും കാണാത്ത ഭാവങ്ങളിലേക്ക് കൂടുവിട്ട് കൂടുമാറി, പുരസ്കാരങ്ങൾ പലതും വന്നു, ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായി, പരസഹസ്രം അനുഭവങ്ങളിലൂടെ കടന്നുപോയി, ഇപ്പോഴും വേഷങ്ങളിലേക്ക് യാത്ര തുടരുന്നു. അപ്പോഴും എനിക്ക് പൂർണ്ണമായി തീർച്ചയില്ലാത്ത ഒരു കാര്യമുണ്ട്, അഭിനയം തന്നെയാണോ എൻ്റെ മേഖല എന്ന് പറയുന്നത് മോഹൻലാലാണ്. മോഹൻലാൽ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊക്കെ ചെയ്യുന്ന ചില ചെറിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയില്ല, എനിക്കറിയില്ല എന്നാണ്. ഒരു തിരക്കിട്ട ഒരു റോഡ് മുറിച്ച് കടക്കുന്നതിന് പോലും മോഹൻലാലിന് ചില സമയത്ത് ആശങ്കയുണ്ടാവും. പക്ഷെ മോഹൻലാൽ പറയും, നിങ്ങൾ അപ്പുറത്തൊരു ക്യാമറ വയ്ക്കും, ആ റോഡ് ഞാൻ അതിവേഗം മുറിച്ച് കടക്കുന്നത് കാണിക്കാം എന്നുള്ളതാണ്. തൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും ക്യാമറയ്ക്ക് മുന്നിൽ ജീവിച്ചു തീർത്തയാളാണ് മോഹൻലാൽ. അതുകൊണ്ടാണ് അലി നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ ചിരിക്കണമെന്ന് 90s കിഡ്സിനെ പഠിപ്പിച്ച, മില്ലിനിയം കിഡ്സിനെ പഠിപ്പിച്ച, എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ പ്രേമം പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞ, എങ്ങനെ കരയണമെന്ന് നമ്മളെയൊക്കെ ഒരു കാലത്ത് സ്വാധീനിച്ച, കുട്ടികളായിരിക്കുമ്പോൾ സ്വാധീനിച്ച ഒരു നടനാണ്. എങ്ങനെ ദേഷ്യപ്പെടണം എന്നുള്ളത്, എങ്ങനെയാണ് പൂരപ്പറമ്പിലോ ഉത്സവപ്പറമ്പിലോ ഒക്കെ പോയിട്ട് ആളുകളുമായിട്ട് തർക്കിച്ച് ബഹളം ഉണ്ടാക്കുന്നത്, കളിക്കളത്തിൽ എങ്ങനെ നമ്മൾ പെരുമാറുന്നു, ഇതെല്ലാം മോഹൻലാലാണ്. ആ ചെരിഞ്ഞുള്ള ആ നടപ്പും ആ നിൽപ്പും ആ ചിരിയും ഒക്കെ നമ്മളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നമ്മളെല്ലാവരും മോഹൻലാലിൻ്റെ ഫാൻസുമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഇന്ന് 10:30 മോഹൻലാൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, സുഹൃത്തുക്കളെ കാണുന്നുണ്ട്. ക്രൗൺ പ്ലാസയിലാണ് മോഹൻലാൽ ഇന്നെല്ലാവരെയും കാണുന്നത്.